എനിക്ക് നിങ്ങൾക്കും വേണ്ടി കാൽവരി കൊലക്കളത്തിൽ യാഗമായി തീർന്ന കർത്താവായ യേശു ക്രിസ്തു ഞങ്ങൾക്ക് ചെയ്തു തന്ന അനുഭവങ്ങൾ അത്രയെ പരസ്യമായ സ്ഥലത്ത് കടന്നു വന്ന യേശുവിൻ്റെ സാക്ഷിയാകുവാൻ ഞങ്ങളെ സഹായിച്ചത്. കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. മറ്റൊരുത്തനിലും രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ ഭൂമിയുടെ നൽകപ്പെട്ട യാഗനാമം യേശുവിൻ്റെ നാമം ഒന്ന് മാത്രം. പ്രിയപ്പെട്ടവരെ, എന്ന ലോക സംഭവങ്ങളൊക്കെയും നമ്മളെ ഞെട്ടിക്കുന്ന പോലെ നമ്മൾ ഓരോ പേപ്പർ വാർത്തകളിലും TV ചാനലുകളിലും എല്ലാ ദിവസവും പ്രഭാതം എഴുന്നേൽക്കുമ്പോൾ അത് കേൾക്കുകയും കാണുകയും ചെയ്യുന്നു. എന്നാൽ ആത്മാക്കളുടെ ഉടയവനായ യേശു കർത്താവ് ഇന്നും ജീവിക്കുക. പ്രകൃതിയുടെ മേൽ അധികാരമുള്ളവൻ, ആത്മാക്കളുടെ മേൽ അധികാരമുള്ളവൻ. എന്നാൽ ഞാൻ പറയട്ടെ, ആ യേശു കർത്താവ് ഇന്നും ഭൂമിയിൽ ജീവിക്കുക. ദൈവം ആത്മാവാകുന്നു. ആത്മാവാകുന്ന ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണമെന്ന് ദൈവത്തിന്റെ വചനം പറയുക. കാലം അതിന്റെ അന്ത്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുക. ഈ ലോകത്ത് യേശു കർത്താവ് എന്തിനു വേണ്ടി ഭൂമിയിൽ കടന്നു വന്നെന്ന് ചോദിച്ചാൽ, ആദിയിൽ ആദാമും ഹവ്വായും പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടമാക്കിയപ്പോൾ അത് തിരിച്ചു തരേണ്ടതിന് വേണ്ടി പിതാവാൻ ദൈവം തന്റെ ഏകജാതനായ മകനെ ഭൂമിയിലേക്ക് അയച്ചു. അവനാണ് യേശു. അതേ കന്യകയുടെ ഉദരത്തിൽ ഉരുവായി അവൾ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിച്ചു. അവനാണ് യേശു. ആ യേശു ഭൂമിയിൽ വന്ന് സാധാരണ ജീവിതം നയിച്ചു. 30 വയസ്സ് കഴിഞ്ഞപ്പോൾ പരസ്യമായി ശുശ്രൂഷയ്ക്ക് ഇറങ്ങി. അനേക രോഗികളെ സൗഖ്യമാക്കി, മരിച്ചവരെ ഉയർപ്പിച്ചു. അനേകമായ അത്ഭുതങ്ങളും അടയാളങ്ങളും യേശു കർത്താവ് ചെയ്യുവാൻ ഇടയായി. താൻ തന്നെ ദൈവപുത്രനെ വെളിപ്പെടുത്തുവാൻ വേണ്ടി അനേകമായ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തു. എന്നാൽ അന്ന് കാലത്ത് യേശുവിന്റെ പുറകെ ആളുകൾ പോകുന്നെന്ന് പറഞ്ഞ് അന്ന് കാലത്ത് കയ്യഫ മഹാപുരോഹിതനും അന്നപുരോഹിതനും പീലാത്തോസിനോട് ചേർന്ന് യേശുവിനെ മരണത്തിന് ഏൽപ്പിപ്പാൻ, യേശു മരിക്കാൻ വേണ്ടി വന്നതുകൊണ്ട് മരണത്തിന് ഏൽപ്പിപ്പാനിടയായി. പ്രിയപ്പെട്ടവരെ, ആ യേശു സ്വർഗാരോഹണം ചെയ്ത് കടന്നുപോയപ്പോൾ ഇത് പ്രകാരം പറഞ്ഞു, ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുകയാ. ഞാൻ സ്ഥലമൊരുക്കി എന്റെ മക്കളെ ചേർക്കാനായി ഭൂമിയിലേക്ക് വീണ്ടും കടന്നു വരും. അതിനു മുമ്പ് എന്റെ കാര്യസ്ഥനെ ഞാൻ നിങ്ങളുടെ മേൽ അയക്കുമെന്ന്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ലോകത്തിന്റെ എവിടെ നോക്കിയാലും യേശുവിന്റെ നാമത്തിൽ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുന്നുണ്ട്. യേശുവിന്റെ നാമത്തിൽ വലിയ കൂട്ടങ്ങൾ ചെറിയ കൂട്ടങ്ങളൊക്കെ ഉണ്ട്. ഇന്ന് ലോകത്തിൽ ഏറ്റവും അധികമായി ആളുകൾ പാടുന്ന പാട്ട് യേശുവിന്റെ പാട്ടാ. യേശുവിന്റെ നാമത്തിൽ അനേക പുസ്തകങ്ങൾ അധികമായി അച്ചടിക്കപ്പെടുന്നു. യേശുവിന്റെ നാമത്തിൽ അനേക പ്രസ്ഥാനങ്ങൾ എന്നേക്ക് വരുന്നു. യേശു കർത്താവിന്റെ നാമം എന്ന് പറയുന്നത് മതമോ അതേ മതക്കൂട്ടങ്ങൾ ഒന്നുമല്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ നിഷ്കളങ്കമായ ഹൃദയം യേശുവിന് വേണ്ടി കൊടുക്കണം. ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മന്ദിരത്തിലല്ല കേട്ടോ യേശു വസിക്കുന്നത്. നിന്റെ ഹൃദയമാകുന്ന മന്ദിരം നീ യേശുവിന് വേണ്ടി കൊടുക്കുക. മനുഷ്യ നല്ലത് എന്തെന്ന് പ്രവർത്തിപ്പാനും ദയാ തൽപരനായിരിക്കാനും